2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ശുഭപ്രതീക്ഷയിലാണ്. കാരണം കേരളത്തിന്റെ സർവ്വ മേഖലയും ഭരിച്ചുമുടിച്ച സർക്കാർ, മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ വലിയ ജനവികാരം. കേരളത്തിന്റെ സെക്രട്ടേറിയറ്റ്, തിരുവനന്തപുരത്തെ സെക്രട്ടേറിയറ്റ് നടയിലേക്ക് ചെന്നാൽ നിങ്ങൾക്ക് അവിടെ ഒരു 140-150 സമരം ദിനംപ്രതി കാണാം. ഒരു ഭാഗത്ത് ആശാവർക്കർമാരുടെ സമരം തുടരുന്നു. കേരളത്തിലെ കോവിഡ് മഹാമാരി കടിച്ചു കയറിയ സമയത്ത് തങ്ങളുടെ ജീവൻ പോലും പണയം വെച്ച് കേരളത്തിലെ കോവിഡ് ബാധിതരുടെ വീടുകളിലേക്ക് ചെന്ന അമ്മമാരാണ് തിരുവനന്തപുരത്ത് മഴയും വെയിലും കൊണ്ട് രാവും പകലുമില്ലാതെ സമരം ചെയ്യുന്നത്. ആശാവർക്കർമാരുടെ ന്യായമായ ആവശ്യം പരിഹരിക്കാൻ ഇതുവരെ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല. മറ്റൊരു വിഭാഗം അംഗനവാടി ടീച്ചർമാർ സമരത്തിന്റെ പാതയിലാണ്. പ്രൊട്ടസ്റ്റഡ് അധ്യാപകർ സമരത്തിന്റെ പാതയിലാണ്. വിദ്യാർത്ഥി സംഘടനകൾ സമരത്തിന്റെ പാതയിലാണ്. യുവജന സംഘടനകൾ സമരത്തിന്റെ പാതയിലാണ്. അഭ്യസ്തവിദ്യരായ ചെറുപ്പക്കാർക്ക് തൊഴിൽ ലഭ്യമാകുന്നില്ല. അപ്രഖ്യാപിത നിയമന നിരോധനം, PSC ലിസ്റ്റുകളിൽ നിന്ന് ആളുകളെ വിളിക്കാതെ പിൻവാതിൽ നിയമനം തകൃതിയായി നടക്കുന്നു. ചെറുപ്പക്കാർക്ക് ജോലിയില്ല, മികച്ച വിദ്യാഭ്യാസം ലഭിക്കുന്നില്ല. സ്വാശ്രയ കോളേജുകൾ കച്ചവടവൽക്കരിച്ചു. പണമുള്ളവൻ പഠിക്കട്ടെ, അല്ലാത്തവൻ കിളക്കട്ടെ എന്ന നയത്തിലേക്ക് സർക്കാർ എത്തിക്കഴിഞ്ഞു. എന്തു ചെയ്യാൻ കഴിയും? കേരളത്തിലെ ജനങ്ങൾ ചോദിക്കുന്നു. അരി വാങ്ങാൻ പണമില്ലാതെ സാധാരണക്കാരായ ആളുകൾ കഷ്ടപ്പെടുന്നു. റേഷൻ കടയിൽ കൃത്യമായി സാധനങ്ങൾ എത്തിക്കാൻ കഴിയില്ല. കേരളത്തിന്റെ പൊതുവിപണിയിൽ റോക്കറ്റ് പോലെ വില കുതിച്ചുയരുന്നു. പൊതുവിപണിയിൽ ഇടപെടാൻ കഴിയാത്ത ഒരു സർക്കാർ, മുച്ചൂടും ഭരിച്ചു മുടിച്ച സർക്കാരിനെതിരെ വലിയ ജനവികാരം ഒരു ഭാഗത്ത്. മറുഭാഗത്ത് കോടികളുടെ PR വർക്ക് നടക്കുന്നു. കേരളത്തിലെ ദൃശ്യമാധ്യമങ്ങളിൽ, പത്രമാധ്യമങ്ങളിൽ, യൂട്യൂബ് ചാനലുകാരെ പണം നൽകി വാടകയ്ക്കെടുത്ത് കേരളത്തിൽ PR വർക്ക് നടത്തുകയാണ് മുഖ്യമന്ത്രി വിജയനും പരിവാരങ്ങളും. ശക്തമായ പ്രതിഷേധം കേരളത്തിൽ അലയടിക്കുന്നു. പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധം ഒരു തിരമാല കണക്കെ കേരളത്തെ തഴുകുന്ന കാഴ്ച നമ്മൾ കാണുകയാണ്. വലിയ പ്രതിഷേധം കേരളത്തിന്റെ തെരുവീതികളിൽ ആഞ്ഞടിക്കുമ്പോൾ കേരളത്തിലെ ജനങ്ങൾ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിന് വേണ്ടി കാത്തിരിക്കുകയാണ്. കാരണം അവർക്ക് ഓർമ്മയുണ്ട് K കരുണാകരന്റെ ഭരണകാലം, AK ആന്റണിയുടെ ഭരണകാലം, R ശങ്കറിന്റെ ഭരണകാലം, ഏറ്റവും അവസാനം ജനകീയനായ കേരളത്തിന്റെ ജനകീയ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ഭരണകാലം. ആ ഭരണകാലത്തേക്കൊന്ന് തിരിച്ചു പോകാൻ അവർ കൊതിക്കുകയാണ്. മാവേലി മന്നൻ നാട് ഭരിച്ചതുപോലെ ഉമ്മൻചാണ്ടി നാട് ഭരിച്ച 2011 മുതൽ 2016 വരെയുള്ള കാലഘട്ടം ആരും മറന്നുപോയിട്ടുണ്ടാവില്ല. ആ 2011 മുതൽ 2016 വരെയുള്ള കാലഘട്ടം കേരളത്തിന്റെ സുവർണ കാലഘട്ടമായിരുന്നു. ആ കാലത്തിലേക്ക് ഒരു തിരിച്ചുപോക്ക് യശശരീരനായ ഉമ്മൻചാണ്ടിയുടെ ഓർമ്മകൾ തുളുമ്പുന്ന ഓരോ മലയാളിയും കാത്തിരിക്കുകയാണ്. ബാലറ്റ് യൂണിറ്റ് തങ്ങളുടെ മുന്നിലെത്താൻ, കൈപ്പത്തി ചിഹ്നത്തിൽ ആ ഞാഞ്ഞുകുത്താൻ കേരളത്തിലെ ജനങ്ങൾ കാത്തിരിക്കുകയാണ്. എന്താണ് കാരണമെന്നല്ലേ? കേരളത്തിലെ ജനങ്ങൾക്ക് ഒരു ഭരണമാറ്റം വേണം. കേരളത്തിലെ ഭരിച്ചു മുടിച്ച പിണറായി വിജയനെ അധികാരത്തിന്റെ പാന്താവിൽ നിന്ന് പുറത്തിറക്കി കേരളത്തിന്റെ ഭരണസ്ഥിരാ കേന്ദ്രത്തിലേക്ക് സുസ്ഥിര വികസനം ലക്ഷ്യം വെക്കുന്നവരെ, കേരളത്തിൽ വികസനം കൊണ്ടുവരുന്നവരെ, കേരളത്തിലെ സാധാരണക്കാരന്റെ ജീവിതം സുഖകരമാക്കാൻ കഴിയുന്നവരെ, കേരളത്തിലെ കുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസം ലഭിക്കാൻ, കേരളത്തിലെ അമ്മമാർക്ക് സ്വൈര്യമായി റോഡിലിറങ്ങാൻ, ആശാവർക്കർമാർക്ക് കൃത്യമായി വേതനം ലഭിക്കാൻ, ക്ഷേമ പെൻഷൻ മുടങ്ങാതെ കയ്യിൽ ലഭിക്കാൻ, സർക്കാർ ആശുപത്രികളിൽ കൃത്യമായ മരുന്നെത്തിക്കാൻ, പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിൽ ഡോക്ടർമാരെ നിയമിക്കുന്ന ഒരു സർക്കാർ അധികാരത്തിൽ വരണം. കേരളത്തിൻ്റെ പൊതുഗതാഗതം സംരക്ഷിക്കാൻ, പൊതുമേഖലാ സ്ഥാപനങ്ങൾ സംരക്ഷിക്കാൻ, ഇത്തരത്തിൽ കൃത്യമായ രൂപത്തിൽ കേരളത്തിൽ ഒരു ഗവൺമെൻറ് അധികാരത്തിൽ വരാനുള്ള കാത്തിരിപ്പിലാണ് കേരളത്തിലെ ജനത. ആ കാത്തിരിപ്പിന് വേണ്ടി 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ അധികാരത്തിൽ വരുമെന്ന് ജനങ്ങൾ ഒന്നടങ്കം പറയാൻ തുടങ്ങിയിരിക്കുകയാണ്.